ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാം. അപ്പം ഈവനിങ്ങിൽ ഞാനും ലിതിയും കൂടി പുറത്തോട്ട് പോവാണേ. പുറത്തോട്ട് പോകാനായിട്ട് റെഡി ആയപ്പോഴത്തേക്കേ പണ്ടാരടങ്ങാനായിട്ട് നല്ല മഴ. ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. എനിക്ക് മഴയായാലും വെയിലായാലും ഒരു പ്രശ്നമില്ലായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് മഴയാണെങ്കിലും കാറ് കയറി പോകാമല്ലോ. 2 വീലർ ഉള്ളവർക്ക് മഴ തോരുന്നത് വരെ എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റും. അപ്പം പള്ളിയിലോട്ടൊന്ന് പോവാം എന്നാണ് വിചാരിക്കുന്നത്. പള്ളിയിൽ പോയി പിന്നെ ഫുഡ് കഴിച്ച് പതുക്കെ വീട്ടിലോട്ട് തിരിച്ചു വരാം. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ അതൊരു വ്ളോഗായിട്ട് എടുക്കാം. അപ്പോൾ എങ്ങനെ നിങ്ങളുടെ അവിടേക്ക് എങ്ങനെ മഴയുണ്ടോ? ഇവിടെ ഒരു വല്ലാത്തൊരു ക്ലൈമറ്റാണ് കേട്ടോ. രാവിലെ തൊട്ട് ഉച്ച വരെ നല്ല വെയിലായിരുന്നു. ഇപ്പം നല്ല മഴയാണ്. ഇത് എപ്പോൾ തീരും എന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ. ചിലപ്പോൾ പെട്ടെന്ന് തീരും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. ഒരു വല്ലാത്തൊരു ക്ലൈമറ്റല്ലേ ഇപ്പോൾ. മഴ തീരാൻ വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന ലേ നിതീഷ്. ഹലോ, പെട്ടല്ലേ? പെട്ടെന്ന് പറഞ്ഞ അതാണ് അവസ്ഥ. ഒരു മുസ്ലിമിനെ പോലെ ഉണ്ടാ കേട്ടോ. ഇരുന്നോ? അതെ, ഇത് നമ്മുടെ സ്ഥിരം പ്ലേസ് ആണല്ലേ. ഇവിടെ വരുമ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ഇരിക്കണത്. എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ടേ? ഞങ്ങളുടെ വീടിനടുത്തുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഞാനിവിടെ സ്ഥിരമായിട്ട് ചിലപ്പോഴൊക്കെ വന്ന് ഇവിടുത്തെ പൂരി മസാല കഴിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ പൂരി മസാല. ഇപ്പം ഞാൻ വടയും ചായയും കഴിക്കാമെന്ന് കരുതി. ഇടയ്ക്ക് നല്ല ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ സമയം ഞങ്ങളങ്ങ് സ്റ്റക്കായിപ്പോയി. അങ്ങനെ ലേറ്റായി. ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് ചർച്ചിലെത്താൻ പറ്റിയില്ല. അതുമല്ല നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ഫൈനലി ലേറ്റ് ആയിട്ടാണെങ്കിലും ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കേട്ടോ വെട്ടുകാട് ചർച്ചിലേക്ക്. ഹായ് ഗേൾസ്. പിന്നെ ഞങ്ങൾ ചർച്ചിൻ്റെ പുറത്തുള്ള ഷോപ്പിൽ നിന്നാണ് മെഴുകുതിരി വാങ്ങിയത്. അകത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയില്ല. അപ്പോഴത്തേക്കും അവിടെ താങ്കൾ ചോദിക്കുകയായിരുന്നു, അത് നിങ്ങൾ വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ കുരിശടിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നേരെ മെഴുകുതിരി കത്തിച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ഒരു സമാധാനം കിട്ടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാനായിട്ട്. പറ്റുന്ന ഡേയ്സിലൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് ഇവിടെ വരാറുണ്ട്. ഭയങ്കര മഞ്ഞ് പോലെ അല്ലേ? മഞ്ഞ് മൂടി കിടക്കുന്നല്ലേ? അയ്യോ, ഭയങ്കര തണുപ്പുണ്ട്.
ഫോട്ടോ എടുക്കാനാ?